ഹലോ. അങ്ങനെ കങ്കുവ കണ്ടിട്ട് ഇപ്പോൾ വരുന്ന വഴിയാണ്. സിംഗപ്പൂരിൽ ഇന്നലെ വന്നതേ ഉള്ളൂ. അപ്പോൾ ആലോചിച്ചപ്പോഴത്തേക്ക് ഇന്ന് പോയി കങ്കുവ കാണാമെന്ന് വിചാരിച്ചു. എന്നാ കൊടുമ സാർ ഇത്. ഡയറക്ടർ ശിവയുടെ വിശ്വാസം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടതാണ്. അജിത് സാർ അഭിനയിച്ചത്. അതൊക്കെ ഓർത്തുകൊണ്ടാണ് ഞാൻ സത്യം പറഞ്ഞാൽ കങ്കുവ കാണാൻ വന്നത്. അതുപോലെ സൂര്യ 2 വർഷം കഴിഞ്ഞിട്ടാണ് ഒരു പടം ഇറക്കുന്നത്. ഞാൻ നല്ല രീതിയിൽ എക്സ്പെക്ട് ചെയ്ത് വന്നതാണ് കേട്ടോ. എന്നാ പടം എടുത്ത് വെച്ചിരിക്കുന്നത്. 7ാം അറിവും അപ്പോക്കാലിപ്റ്റോവും ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ഒരു പടം എടുത്ത് വെച്ചേക്കുവാണ്. ദേവര 1ൻ്റെ ക്ഷീണം ഇതുവരെ മാറിയിട്ടില്ല. അപ്പോഴത്തേക്ക് കങ്കുവ 1 ക്ലൈമാക്സ് ഒരു 5 മിനിറ്റ് ഉണ്ട്. അതിൻ്റെ സ്പോയിലർ ഞാൻ തരുന്നില്ല. ആ 5 മിനിറ്റ് അല്ലാതെ ഈ പടത്തിനകത്ത് ഒരു മണ്ണാങ്കട്ടയില്ല. ബ്ലഡ് ഷെഡും വയലൻസും ഇതൊക്കെയാണ് പടത്തിനകത്ത് കാണിച്ചിരിക്കുന്നത്. ഒരു ഇമോഷൻ ലൈനാണ് ഈ പടത്തിനകത്തും പിടിക്കാൻ നോക്കിയിരിക്കുന്നത്. പക്ഷേ ആദ്യത്തെ 15 മിനിറ്റ് കാണുമ്പോൾ തന്നെ വെറുത്തും. ദിശാ പാട്ടിക്ക് പിന്നെ അഭിനയിക്കാനേ അറിഞ്ഞൂടാ. സൂര്യ ആണെങ്കിലും യോഗി ബാബു ആണെങ്കിലും ഇതിനകത്ത് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറയാം. കോസ്റ്റ്യൂംസ് നന്നായിരുന്നു. DSPയുടെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ കൊള്ളായിരുന്നു. പാട്ടുകൾ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. പടത്തിൻ്റെ സ്ക്രിപ്റ്റും ഡയറക്ഷനൊക്കെ കൂറയായിരുന്നെങ്കിലും സൂര്യ നന്നായിട്ട് എഫേർട്ട് എടുത്തിട്ടുണ്ട് ഈ പടത്തിനകത്ത്. ആനിമലിന് ശേഷം പിന്നെ ബോബി ഡേവലിന് കിട്ടുന്ന റോളെല്ലാം നെഗറ്റീവാണ്. ഇതിനകത്ത് നെഗറ്റീവ് റോളായിട്ടാണ്. പടത്തിനകത്ത് ഫുള്ള് കങ്കുവ പൊറുവ. ഒരു കൊച്ചു പയ്യനാണ് പൊറുവ. ഇവർ രണ്ടുപേരുടെയും കഥയാണ് മെയിനായിട്ട്. അത് മാത്രമേ ഉള്ളൂ. കേട്ട് മടുത്ത്. കങ്കുവ പൊറുവ. ചില VFX സീനൊക്കെ നിങ്ങൾ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ തിയേറ്ററിൽ നിന്ന് ഓടും. എന്നാൽ ലോജിക്കാണെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. ട്രെയിലറിൽ നിങ്ങൾ കണ്ട ക്രോക്കഡൈൽ സീൻ നേരിട്ട് നിങ്ങൾ സിനിമയെ കാണുമ്പോഴത്തേക്കും നിങ്ങൾ വെറുത്തു പോകും. പടത്തിനകത്ത് കോസ്റ്റ്യൂംസും മേക്കപ്പും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ആക്ഷൻ സീൻസ് ഒക്കെ നമ്മൾ കണ്ട് മടുത്ത ആക്ഷൻ സീൻസ് ആണ്. 7ാം അറിവിൽ ഒരു തടിയൊക്കെ വെച്ചിട്ട് ചെയ്യുന്ന ആക്ഷൻ സീൻസ് ഒക്കെ ഇതിനകത്തും ഉണ്ട്. മിഷൻ ഇമ്പോസിബിളിൽ ടോം ക്രൂസ് പ്ലെയിനിന്റെ പുറത്ത് നിന്ന് ചെയ്യുന്ന സ്റ്റണ്ട് ഒക്കെ ഉണ്ടല്ലോ, അതേപോലെ സ്റ്റണ്ടൊക്കെ ഇതിനകത്തുണ്ട്. പക്ഷെ നമ്മൾ കണ്ടാ വെറുത്തുവും. ഓവറോൾ 2.25 മണിക്കൂറിന്റെ ഈ പടം നിങ്ങൾ കണ്ട് നിങ്ങളുടെ ജീവിതം വെറുപ്പിക്കാതിരിക്കുക. OTTയിൽ വന്നിട്ട് നിങ്ങൾ കാണുക. 5 ഈ പടത്തിനെ ഞാൻ 1 റേറ്റ് ചെയ്യുന്നു. അപ്പോൾ അടുത്ത റിവ്യൂ ആയിട്ട് വരുന്നവരെ ടേക്ക് കെയർ, ബൈ.